കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 31 റാഡിഷൻ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ഗിരീഷിന്റെ വീട്ടിൽ നിന്നും ഭാർഗവിയുടെ വീട്ടിലേക്കുള്ള പലായനം പ്രഭാവതി ഒന്ന് ഒലച്ചിട്ടുണ്ടല്ലേ ത്യാഗരാജ? അതെ, അധികകാലം ഭാർഗവിയുടെ കുടുംബ വീട്ടിലും അവരെ നിർത്താതെ ആക്കണം. കോടതിയും കേസും ഒക്കെ കഴിയുമ്പോ പ്രഭയും മക്കളും തെരുവിലേക്ക് ഇറങ്ങണം. എന്റെ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയത് പ്രഭയുടെ മുമ്പില്. പ്രഭാവതിയും ഭാർഗവിയും മരിക്കുന്നതുവരെ മറക്കില്ല ആ രണ്ട് മുഖങ്ങളും. തന്റെ കണക്കുകള് സാവധാനം തീർത്താ മതി ത്യാഗരാജ. അതിനു മുമ്പ് പ്രഭാവതിയും ഞാനും തമ്മിലുള്ള കണക്കുകൾ തീർക്കട്ടെ. ത്യാഗരാജൻ പറഞ്ഞതുപോലെ അവളെ തെരുവിലേക്ക് ഇറക്കണം. ഗതികിട്ട പ്രേതം പോലെ അലഞ്ഞു തിരിയുന്നത് കാണണം എനിക്ക്. അവളും അവളുടെ കുടുംബവും. എന്റെ കണ്ണുനീരിന് അവൾ അവളുടെ കുടുംബത്തിന്റെ മുഴുവൻ ജീവിതം കൊണ്ട് തന്നെ മറുപടി പറഞ്ഞേ പറ്റൂ. ത്യാഗരാജന് ഇതുവരെ ചന്ദ്രമതി എവിടെയാണെന്നറിയാൻ പറ്റിയില്ലല്ലേ? സ്റ്റേറ്റ് വിട്ട് പോയി എന്നുള്ളത് ഉറപ്പാ. തനുജിയൊത്ത് ഹൈദരാബാദിലേക്കോ മുംബൈയിലേക്കോ പോയിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. എന്നിട്ട് ഈ രണ്ടിടത്തും അളിയന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ അന്വേഷണത്തിൽ അവിടെയെങ്കിലും എത്തിയതായിട്ട് വിവരം കിട്ടിയിട്ടില്ല. ലോകത്തെവിടെയാണെങ്കിലും ത്യാഗരാജ, ചന്ദ്രമതിയെ കണ്ടെത്തിയേ പറ്റൂ. ചന്ദ്രമതിയുടെ മൊഴിയിലാ കേസിന്റെ ബലം. കേസിന്റെ വാദം തുടങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. ചന്ദ്രമതി കോടതിയിൽ എത്തണം. സിദ്ധാർത്ഥനെതിരെ കൃത്യമായിട്ട് മൊഴി കൊടുക്കുകയും വേണം. ചേച്ചി വന്നാലും നമുക്ക് ത്യാഗരാജ, കുട്ടിക്കളിയല്ല, അറിയാലോ. തേവക്കാടും ചന്ദ്രോത്തും തമ്മിലല്ല, അരുന്ധതിയും പ്രഭാവതിയും തമ്മിലുള്ള പോരാട്ട. അവളെ വീഴ്ത്തിയേ പറ്റൂ. ചന്ദ്രമതി ചേച്ചിയെ ഞാൻ ഏത് രീതിയിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം. ഇനി അഥവാ അതിന് പറ്റിയില്ലെങ്കിൽ തീർക്കുന്നത് നിന്നെ ആയിരിക്കും ഞാൻ. ഈ കളിയിൽ ചാൻസ് എടുക്കാൻ അരുന്ധതിക്ക് പറ്റില്ല. ഓരോ പിഴവിനും വലിയ വില കൊടുക്കേണ്ടി വരും. എനിക്കറിയാം മാഡം. ഞാൻ ചന്ദ്രമതി ചേച്ചി കണ്ടുപിടിക്കും. പക്ഷേ ചേച്ചി കോടതിയിൽ വന്നിട്ട് നമുക്കെതിരെ മൊഴി കൊടുത്താലോ? അല്ല, ചേച്ചിയെ കോടതിയിൽ വരുത്താതിരിക്കുന്നതല്ലേ നല്ലത്. വാദിഭാഗത്ത് നിൽക്കുന്ന ആൾ കോടതിയിൽ വന്നില്ലെങ്കിൽ കേസ് ഏകപക്ഷീയമായി വിധിക്കില്ലേ?